കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ മുഴുവൻ ഞെട്ടലിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു ഒരു വ്യക്തി വന്ന ലൈവ്. ഐസക് എന്ന വ്യക്തി ലൈവിലെത്തി പറഞ്ഞത് ഞാൻ എൻ്റെ ഭാര്യയെ ഇല്ലാതാക്കിയെന്നാണ്. ഒരു കൂസലുമില്ലാതെ പറയുന്ന അയാൾ ഇടയ്ക്ക് ലൈവിൽ മുടി മിനുക്കുകയും മുഖത്തെ മീശ പിരിച്ചു വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആളുകൾക്ക് ഭയം തോന്നി. സ്വന്തം ഭാര്യയെ ഇല്ലാതാക്കിയ വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന്. മറ്റൊന്നും കൊണ്ടല്ല, അയാളുടെ മാനസികാവസ്ഥ ഏത് രീതിയിലായിരിക്കുമെന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇയാൾ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന സംശയം സ്വാഭാവികമായും ആളുകൾക്ക് ഉണ്ടാവുകയും ചെയ്യുമല്ലോ. അത്തരമൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ആ സംശയത്തിന് മറുപടി എന്നതുപോലെയായിരുന്നു പിന്നീട് പുറത്തു വന്ന വാർത്തകൾ തെളിയിച്ചു തന്നിരുന്നത്. ഐസക് ഇല്ലാതാക്കിയതാണ് ഭാര്യയെ എന്ന് മനസ്സിലാക്കിയതിനോടൊപ്പം തന്നെ ഐസക് തന്നെയാണ് ഇതിൻ്റെ പ്രതി എന്നുകൂടി വ്യക്തമാകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഭാര്യ ശാലിനി വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിച്ചിരുന്നത്. അടുത്തുള്ളൊരു സ്കൂളിൽ ആയയായി ജോലിക്ക് പോയായിരുന്നു തൻ്റെയും ക്യാൻസർ രോഗമുള്ള മകൻ്റെയും കാര്യങ്ങൾ നോക്കിയിരുന്നത്. എന്നാൽ ഐസക്കിന് ശാലിനി ജോലിക്ക് പോകുന്നതും പുറത്തിറങ്ങുന്നതുമൊക്കെ സംശയമുളവാക്കുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഐസക് ഇതിൽ നിന്നുമൊക്കെ ശാലിനിയെ നിരുത്സാഹപ്പെടുത്തിയത്. ആ സാഹചര്യത്തിലാണ് ശാലിനിക്ക് നിർബന്ധിതമായി ജോലിക്ക് പോകേണ്ടി വന്നത്. എന്നാൽ ഇത് ഇഷ്ടപ്പെടാതിരുന്ന ഐസക് ശാലിനിയെ വകവരുത്തുകയായിരുന്നു ചെയ്തത്. തുടർന്ന് ശാലിനിയാണ് എല്ലാത്തിനും കാരണമെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. പ്രധാനമായും ഐസക് ചെയ്തത് ശാലിനിക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്നും ആഡംബര ജീവിതം നയിക്കുവാൻ വേണ്ടി തൻ്റെ സ്വർണമെല്ലാം ഇല്ലാതാക്കുകയും മകനെ പോലും ശ്രദ്ധിക്കാതെ ശാലിനി ജീവിക്കുകയും ചെയ്തു എന്ന് ലൈവിൽ വന്ന് പറയുകയുമായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ലൈവ് കണ്ട എല്ലാവർക്കും കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആളുകൾ ഇത് ശരിയല്ല എന്ന് ഉറപ്പിച്ചിരുന്നു. പിന്നീട് സത്യം പുറത്തു വന്നതോടെ യഥാർത്ഥത്തിൽ തന്നെ ഐസക്കിൻ്റെ കള്ളം പുറത്തു വരികയായിരുന്നു ചെയ്തത്. ഉണർന്നു വന്ന മക്കൾ കാണുന്നത് അമ്മയെ ഇല്ലാതാക്കുന്ന അച്ഛനെയാണ്. അതുകൂടി ആയതോടെ ഏകദേശം ഐസക്കിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായും തീരുമാനമായി എന്ന് പറയുന്നതാണ് സത്യം. മക്കൾ തന്നെ അച്ഛൻ ചെയ്ത ചെയ്തികളെക്കുറിച്ച് പോലീസിനോട് വിവരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ശാലിനിയായിരുന്നു ശരിയെന്ന് ആളുകൾക്കും മനസ്സിലാക്കാൻ തുടങ്ങി. എന്നാൽ ഇയാൾ ലൈവിൽ വന്ന് അതിബുദ്ധി കാണിച്ചത് എന്തിനാണെന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത്. അയാളുടെ ധൈര്യത്തെ അംഗീകരിക്കേണ്ടത് തന്നെയാണ് എന്നും പലരും പറയുന്നുണ്ട്. ഒരു ലൈവിലൊക്കെ വന്ന് ഇതുപോലെ കാര്യം പറയാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. വലിയൊരു തെറ്റും ചെയ്തിട്ട് വീണ്ടും അതിനെ ന്യായീകരിക്കുവാനുള്ള അയാളുടെ രീതികൾ, അത് നമ്മളെ പോലും അമ്പരപ്പെടുത്തുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നും ഇതൊക്കെ അംഗീകരിക്കാൻ പോലും കഴിയുന്നില്ല. നമ്മുടെ ലോകം എവിടേക്കാണ് പോകുന്നത് എന്നുമൊക്കെയാണ് ഇപ്പോൾ ആളുകൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.